ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോ ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫാണ്. ഞാൻ വീട്ടിൽ പോകുന്ന സമയത്തുള്ള എൻ്റെ ഒരു ഡേ ആണ്. അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ദിസ് ഇസ് ആഷി ഫ്രം ആഷി ക്രിയേറ്റ്സ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നമുക്ക് വീഡിയോ ഇട്ട് പോയാലോ. മോർണിംഗ് ഒരു 7 മണിയാക്കുമ്പോൾ ഞാൻ എണീച്ചിട്ടുണ്ട്. എണീച്ചത് പിന്നെ ഫസ്റ്റത്തെ പണിയെന്ന് പറയുന്നത് ബെഡ് ഫുള്ള് വിരിച്ച് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ചെറുപ്പം മുതലേ അമ്മച്ചി ഇങ്ങനെ പറയും, മോള് ഒന്ന് ആ ബെഡ്ഷീറ്റ് വിരിച്ചിട്ടൂടെ. എനിക്ക് ഇങ്ങനെ പറഞ്ഞത് കേട്ടിട്ടുണ്ട്, റൊട്ടീനായിട്ട് മാറിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ നേരെ പോയി ബ്രഷ് ചെയ്ത് വന്നിട്ട് നേരെ താഴത്ത് പോയി ഉമ്മാനെ ഹൗസ് ഹോൾഡ് വർക്കിലൊക്കെ ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്ന് വീട്ടിൽ പത്തിരി ചിക്കൻ കറി ആട്ടോ. എൻ്റെ വീട്ടിൽ എന്തെങ്കിലും സ്പെഷ്യൽ ഒക്കേഷൻസ് അല്ലെങ്കിൽ സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഈ പത്തിരി ചിക്കൻ കറി ആയിരിക്കും. ഇപ്പച്ചി രാവിലെ നേരത്തെ വർക്കിന് പോവും, ഷോപ്പിൽ പോവും. അപ്പം അപ്പൊക്കെ പോകുമ്പോൾ ഫുഡ് കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉമ്മച്ചി സെറ്റ് ചെയ്ത് വെക്കലുണ്ട്. അപ്പോൾ ഓൾറെഡി കുറച്ച് പത്തിരിയൊക്കെ ഉമ്മച്ചി ആദ്യം തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി റിമൈനിങ് എനിക്കും അക്കുവിനും ഉമ്മാക്കും ഒക്കെ കഴിക്കാനുള്ള കുറച്ച് പത്തിരിയും കൂടി സെറ്റ് ചെയ്യാനുണ്ട്. അപ്പം അത് ഞാൻ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ പത്തിരി ഉണ്ടാക്കാൻ നോക്കുമ്പം എപ്പോഴും എനിക്ക് വരുന്നൊരു വലിയൊരു ഫോൾട്ടാണ് പരത്തുമ്പം പൊട്ടി പോവാന്നുള്ളത്. എപ്പോഴും ഞാൻ പരത്തുമ്പോൾ പത്തിരി പൊട്ടിപ്പോവും. എന്താണെന്നറിയില്ല. എന്നിട്ട് ഞാൻ മെല്ലൊക്കെ ചെയ്ത് നോക്കും കേട്ടോ, എന്നാലും അത് പൊട്ടിപ്പോവും. ഉമ്മച്ചിക്ക് ചെയ്യുമ്പോൾ കറക്റ്റ് റൗണ്ടിൽ വരും. ഇപ്രാവശ്യം ഞാൻ ചെയ്തപ്പോൾ എന്തൊക്കെ ഭാഗ്യത്തിന് നല്ല രീതിക്ക് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ബാക്കിയുള്ള റിമൈനിങ് ഒക്കെ ഞാൻ തന്നെയാണ് കേട്ടോ പരത്തിയത്. ഞാൻ തന്നെയാണ് ചുട്ടതും. ചുടുമ്പം എനിക്ക് ചുടാനും ഭയങ്കര ഇഷ്ടമാണ്. പത്തിരി ഇരുന്ന് ചുട്ടു. ഇന്നത്തെ കുക്കിംഗ് മൊത്തം അടുപ്പിലാണ് കേട്ടോ. ലൈക്ക് ഞങ്ങൾ വീട്ടിൽ ഗ്യാസ് യൂസ് ചെയ്യില്ല എന്നല്ല, യൂസ് ചെയ്യും. പക്ഷേ ഏറ്റവും കൂടുതൽ മോസ്റ്റ്ലി യൂസ് ചെയ്യുക അടുപ്പാണ്. അടുപ്പിൽ യൂസ് ചെയ്യുമ്പോൾ ഉമ്മച്ചിക്ക് കുറച്ചും കൂടി ഇഷ്ടമാണ്. പിന്നെ ഗ്യാസ് എന്ന് പറയുമ്പം എന്തെങ്കിലും എമർജൻസി പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യേണ്ട സംഭവം ഉണ്ടെങ്കിൽ മാത്രമാണ് ഗ്യാസ് യൂസ് ചെയ്യുള്ളൂ. അല്ലാത്ത സമയത്തൊക്കെ നമ്മൾ വീട്ടിൽ അടുപ്പാട്ടെ യൂസ് ചെയ്യൽ. അടുപ്പിൽ നല്ല രീതിക്ക് ബാക്കിയുള്ള റിമൈനിങ് എല്ലാ പത്തിരിയും ചുട്ടെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനും ഉമ്മയാക്കും ഒക്കെ ഒപ്പിരുന്ന് ഫുഡ് കഴിച്ചിട്ടോ. നല്ല അടിപൊളി വറുത്തരച്ച ചിക്കൻ കറി പത്തിരി. എൻ്റെ ഉമ്മാൻ്റെ ചിക്കൻ കറി നല്ല ടേസ്റ്റാണ്. അല്ലെങ്കിലും എല്ലാ അമ്മമാരുടെ കറികളും എല്ലാ മക്കൾക്കും ഇഷ്ടമായിരിക്കും. പിന്നെ മെയിനായിട്ട് ഹോസ്റ്റലിലൊക്കെ ആൾക്കാർ പറയും വേണ്ട. പിന്നെ മെയിനൊരു സംഭവമാണ്, എല്ലാ ഫുഡ് കഴിക്കലും കഴിഞ്ഞാലും ഒരു ലോഡ് പാത്രം കഴുകാനുണ്ടാവും. അങ്ങനെ ആ പാത്രങ്ങളൊക്കെ കഴുകി സെറ്റ് ചെയ്തിട്ട് ഉച്ചക്കുള്ള പരിപാടികളൊക്കെ സെറ്റ് ചെയ്യാൻ പോവാണ്. ഇന്ന് അമ്മച്ചൊരു സ്പെഷ്യൽ സാധനം ഉണ്ടാക്കുന്നുണ്ട്, ചക്കപ്പുഴുക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അരപ്പൊക്കെ ഉണ്ടാക്കാനുള്ള ഈ ചെറിയുള്ളി, വെളുത്തുള്ളി അതൊക്കെ ഞാൻ തൊലിക്കുന്നു കേട്ടോ. അപ്പം ഇപ്പോൾ എനിക്ക് ചെറിയുള്ളി അതുപോലെ വലിയുള്ളി തൊലിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് എന്ന് പറയുമ്പോൾ എനിക്ക് തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം പണ്ട് ചെറിയുള്ളി പറയുമ്പോൾ ചെറിയ സാധനമായിരിക്കും, അതുകൊണ്ട് തൊലിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. പക്ഷെ ഇപ്പോഴത്തെ വെളുത്തുള്ളിയൊക്കെ ഭയങ്കര വലുപ്പമാണ്. അതുകൊണ്ട് തന്നെ എനിക്കൊരു പ്രത്യേക ഇഷ്ടമാണ് കേട്ടോ അതൊരു തൊലിയൊക്കെ പൊളിക്കാൻ. പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനത്തെ പണി ചെയ്യുള്ളൂ, അതുകൊണ്ടായിരിക്കും ഇങ്ങനത്തെ ഒരു ഇത് വന്നിട്ടുള്ളത്. കാരണം സാറ്റർഡേ സൺഡേസ് മാത്രമേ ഞാൻ ചിലപ്പോൾ ഞാൻ വീട്ടിൽ വരുള്ളൂ. എല്ലാ സമയത്തൊക്കെ ഞാൻ ഹോസ്റ്റലിലാണ്. അപ്പം ഇടയ്ക്കിടയ്ക്കൊക്കെയാണ് ഇങ്ങനത്തെ പണിയൊക്കെ ചെയ്യാൻ കിട്ടലുള്ളൂ. അപ്പോൾ ഞാൻ അതെല്ലാം തൊലിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ആ അരപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, മീൻസ് നമ്മൾ ചക്കപ്പുഴുക്ക് ഉണ്ടാക്കാൻ ഒരു അരപ്പ് സെറ്റ് ചെയ്യും, അരപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ആക്കി വെച്ചതാണ്. ചക്ക ഫുള്ളിങ്ങനെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇന്ന് നമുക്ക് കിട്ടിയത് ചെറിയ പുതിയാപ്പിളക്കോര കേട്ടോ. അത് ലോഡ് കണക്കിനുണ്ട്. എത്ര 1.5 കിലോ അമ്മച്ചി വാങ്ങിക്കണമെന്ന് തോന്നുന്നുണ്ട്. അപ്പം അത് മൊത്തം നന്നാക്കാനുള്ള പണിയുമുണ്ട്. അതിൻ്റെ ഇടയിൽ എൻ്റെ അമ്മച്ചിൻ്റെ ചക്കപ്പുഴുക്ക് അവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല മണമുണ്ട്. വാവ്, നല്ല ടേസ്റ്റല്ല. നമ്മൾ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. കറീൻ്റെ കൂടെ ഒക്കെ മിക്സ് ചെയ്തിട്ട് സംഭവം കഴിക്കാൻ. എന്തായാലും ഞാൻ വീഡിയോൻ്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്, എല്ലാവരും പോയി ചെക്ക് ചെയ്തിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ സംഭവം. അത് കഴിഞ്ഞിട്ട് നമ്മൾ മീൻ നന്നാക്കാനിരുന്നു. ഞാനും ഉമ്മയും ഒപ്പാണ് മീൻ നന്നാക്കണത്. ഉമ്മച്ചി ആ മീനിൻ്റെ ചെളുക്കിന്തൊക്കെ കളയും. അതിൻ്റെ വാലും ആ സൈഡിലുള്ള വാലുകളൊക്കെ മുറിച്ച് ഞാൻ സെറ്റ് ചെയ്യും. അതാകുമ്പോൾ പെട്ടെന്ന് പണി തീരും. കാരണം കുറേ മീനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആകെ കുടുങ്ങി പോകും. അതും ചെറിയ മീനാണ്, കുറേ മീനുണ്ടായിരുന്നു. അപ്പം ഒരാൾ മാത്രം അതിന്മേൽ കുത്തിയിരുന്നാൽ തീരൂല. പക്ഷെ ഇത് വലിയ പണിയായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഇടയ്ക്കിടയ്ക്കൊക്കെയാണ് ഉമ്മാനെ ഹെൽപ്പ് ചെയ്യാനുള്ളൊരു ചാൻസ് കിട്ടുള്ളൂ. അപ്പം ഞാനത് ഒഴിവാക്കലില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്കല്ലേ വീട്ടിലേക്ക് വരുള്ളൂ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്.
അങ്ങനെ മീനൊക്കെ സെറ്റ് കഴിഞ്ഞപ്പോൾ മീൻ കഴുകേണ്ട ഒരു ആവശ്യം മാത്രമേ ഉള്ളൂ. അപ്പോഴത്തേനും ഉമ്മച്ചി പറഞ്ഞു നമുക്ക് മീൻ കറി ഉണ്ടാക്കാനുള്ള പുളി ഓൾറെഡി വെള്ളത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു, അതങ്ങോട്ട് പിഴിഞ്ഞിട്ട് ആ പുളീൻ്റെ വെള്ളം എടുക്കാൻ പറഞ്ഞു. അപ്പോൾ പുളിവെള്ളമൊക്കെ സെറ്റാക്കി വെച്ചിട്ട് നേരെ അടുപ്പിൽ അതിൻ്റെ ചട്ടിയിൽ ഓൾറെഡി പച്ചമുളക് ഇതൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഈ പുളിവെള്ളം കൊണ്ട് ഒഴിച്ചു. ഈ പുളി കൊണ്ട് ഉണ്ടാക്കുന്ന ഈ മീൻ കറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം അതിൻ്റെ അരപ്പും കൂടിയും അത് നല്ല തിളച്ച് വന്നപ്പം അതിലേക്ക് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അരപ്പൊക്കെ ഉമ്മച്ചി ഓൾറെഡി അവിടെ ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ. അത് എടുത്ത് ഒഴിക്കാന്ന് മാത്രമേ ഉള്ളൂ എൻ്റെ പണി. ആൻഡ് എൻ്റെ ഉമ്മച്ചിക്കുള്ള സ്വഭാവം ഉണ്ട്, എല്ലാവർക്കും ഉണ്ടാവും. അത് ഒഴിക്കുമ്പം അവസാനം ആ ഒരു മിക്സി ഫുള്ള് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഫുള്ള് അത് മൊത്തം എടുത്തിട്ട് ഒഴിക്കണ ഒരു സ്വഭാവം എൻ്റെ ഉമ്മച്ചിക്കുണ്ട്. ആരൊക്കെ ഉമ്മച്ചിക്കുണ്ട് എനിക്കറിയില്ല. ആൻഡ് ഉമ്മച്ചി തന്നെയാണ് ഈ മീനിൻ്റെ കായം പരിക്കണം സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചത്. ഞാൻ ജസ്റ്റ് അതിനകത്ത് കുഴച്ചു, അത്രയേ ഉള്ളൂ. ആൻഡ് ഉമ്മച്ചിൻ്റെ ഫ്രൈ ഐറ്റംസൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഉമ്മച്ചിൻ്റെ മസാലയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ മീൻ പൊരിച്ചതാണെങ്കിലും ചിക്കൻ ഫ്രൈ ആണെങ്കിലും അടിപൊളി കേട്ടോ. അപ്പോൾ നമ്മൾ മീൻ കറിയൊക്കെ നല്ല തിളച്ച് വരുന്നുണ്ട്. അപ്പം ഈ തിളച്ച് വരുന്ന മീൻ കറിയിലേക്ക് കുറച്ച് മീനും കൂടിയും ബാക്കിയിലെടുത്ത് വെച്ചിട്ടുണ്ട് കറിയിലേക്ക് ഇടാൻ വേണ്ടിയിട്ട്. ആൻഡ് ആ മീനും ഈ കറിയിലേക്ക് ഇട്ടിട്ട് നല്ല രീതിക്ക് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ കൂടെ മീനും പൊരിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇതിൻ്റെ ഒരു പൂതിക്ക് 2 മീൻ എടുത്തിട്ട് അപ്പം തന്നെ തിന്നാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല ചൂടുണ്ട്, പക്ഷെ ഞാനത് വലിയ മൈൻഡ് ആക്കണില്ല. ടേസ്റ്റ് ഉണ്ടായിരുന്നു, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ചെറിയ ചെറിയ മീനായത് കൊണ്ടാണെന്ന് അറിയില്ല അത്ര ടേസ്റ്റ്. പിന്നെ എൻ്റെ അമ്മച്ചിൻ്റെ കായം അത് പിന്നെ പറയണ്ടല്ലോ, നല്ല ടേസ്റ്റാണ്. ആൻഡ് അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ കുളിക്കാൻ പോയി. കുളി കഴിഞ്ഞ് വന്നപ്പം അക്കു മനു ലാപ്പിൽ ഇരുന്ന് ഫിലിം കാണുകയാണ്. ഇവർക്ക് ഈ കണ്ട ഫിലിം തന്നെ പിന്നെയും കാണുന്ന ഒരു ശീലമുണ്ട്. ഏതാ ഫിലിം? കൽപ്പാട്ട് ഫിലിം. അത് കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ എൻ്റെ വലിയ അനിയനും ഇവിടെ ഉണ്ട്, നിങ്ങൾ ചില വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ ഓന് ഇന്ന് ഹോസ്റ്റലിലേക്ക് തിരിച്ചു പോവാണ്. അങ്ങനെ അവനും പോയതിന് ശേഷം നമ്മളെല്ലാവരും ഫുഡ് കഴിക്കും. അവന് ഫുഡ് കഴിച്ചിട്ടാണ് പോയത്. ആൻഡ് ഞങ്ങളും ഫുഡ് കഴിക്കാനിരുന്നു. ഉമ്മച്ചിൻ്റെ ചോറ്, നല്ല ചക്കപ്പുഴുക്ക്, മീൻകറി, മീൻ പൊരിച്ചതൊക്കെ കൂട്ടിയിട്ട് നല്ല അടിപൊളിയായിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ട്. എനിക്ക് ഹോസ്റ്റലിലെ സമയത്തൊക്കെ ഉമ്മാൻ്റെ ഫുഡ് ഇട്ടാൽ എനിക്ക് ഭയങ്കര ക്രേവിങ്സ് ആയിരിക്കും കേട്ടോ. ആൻഡ് ഫുഡ് കഴിക്കൽ കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് വീഡിയോസ് ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നു. അപ്പം ഉമ്മച്ചിയൊക്കെ ആ സമയത്ത് നല്ല ഉറക്കമായിരുന്നു. അക്കുമ്മനൊക്കെ കളിക്കാൻ പോയിക്കുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് കുറച്ച് റിമൈനിങ് ഷൂട്ടൊക്കെ ഉള്ളതൊക്കെ ഫുൾ എടുത്തിട്ടുണ്ട്. ആൻഡ് അതൊക്കെ കഴിഞ്ഞ് ഒരു മൈരിബി ഒരു 7 മണിയൊക്കെ ആ ടൈമിൽ എനിക്ക് കോറുണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ മൂസിന് പോകുമ്പോഴും കോറുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റിമൈനിങ് ആണ്, അതിനെ കുടിച്ചു. ആൻഡ് അത് കഴിഞ്ഞിട്ട് മില്ലറ്റ് മുസ്ലിൻ്റെ ഒരു ചോക്കോസ് എല്ലാം നട്ട്സും ഫ്രൂട്ട്സും ഒക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളൊരു സാധനം. അത് ഞങ്ങൾ ഇങ്ങനെ പാലൊഴിച്ചിട്ട് അതിങ്ങനെ തിന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ നമ്മൾ ചെസ്സ് കളിക്കുന്നുണ്ടായിരുന്നു. അക്കു ഇപ്പോൾ ചെസ്സിന് അഡിക്റ്റഡ് ആണ്. ഈ ചെസ്സിന് കളിച്ചുകൊണ്ട് നിൽക്കും. പിന്നെ എന്നെ തോപ്പിക്കലാണ് മെയിനായിട്ട് അവൻ്റെ പരിപാടി. ആൻഡ് അത് കളിച്ചിട്ടിരുന്നു. നമ്മളവിടെ എന്ത് സീരിയസ് ആയിട്ട് ഗെയിം കളിക്കുന്നുണ്ടെങ്കിലും എടുത്ത് എന്ത് വെറുപ്പിക്കുന്ന ഒരു മെയിൻ സംഭവമാണ് മനു. വന്നിട്ട് വെറുതെ പാട്ടും പാടി എന്തൊക്കെയോ പാട്ട് പാടും. അത് വേറെ ടൂണും കേൾക്കും. ഭയങ്കര കോമഡി ആയിരിക്കും കേട്ടോ. ആൻഡ് അതൊരു രസമാണ്. ഞാൻ നിങ്ങൾക്ക് കൂടി കേൾപ്പിച്ചു തരാം. പട്ടെടുത്ത് മുന്നിൽ വന്ന പെണ്ണേ, ഞാൻ എത്ര കാലം മാറ്റി വെച്ചതാരേ. അങ്ങനെ അവൻ്റെ പാട്ടൊക്കെ സൈഡിൽ കൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഗെയിം കളിക്കുന്നുണ്ടെങ്കിൽ ഇമ്മച്ചി ഇടയ്ക്ക് ഞാൻ പറഞ്ഞുതരാം അത് ഞാൻ ചെയ്തു തരാം അതൊക്കെ പറഞ്ഞിട്ട് ഞാൻ അക്കുവിനെ ഇങ്ങനെ വെറുപ്പിക്കും കേട്ടോ. അക്കുവിനാണെങ്കിലും ഉമ്മ പറഞ്ഞു തരേണ്ടത് ഇഷ്ടമല്ല, അല്ലെങ്കിൽ ഞങ്ങൾ തന്നെ ഒറ്റയ്ക്ക് ചെയ്യണം എന്നുള്ളതിലാണ്. ആൻഡ് ഞങ്ങൾ ഗെയിമും കളികൾ കളിച്ച് കഴിഞ്ഞിട്ട് പിന്നെ രാത്രി ഒരു 9:30 ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല മുട്ട പൊരിച്ചതും റിമൈനിങ് ചക്കപ്പുഴുക്ക്, പിന്നെ പൊട്ടാറ്റോ ഫ്രൈ, അച്ചാറൊക്കെ കൂട്ടി ഫുഡ് കഴിച്ചു. ഫുഡ് കഴിച്ച് കഴിഞ്ഞത് ഒരു 10 മണിയാകുമ്പോഴത്തേക്കും കടന്നുറങ്ങിയിട്ടും. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പം ബൈ.